ചന്ദ്രപക്ഷത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണാനും അതിനെ ഓമനിക്കാനും ഇഷ്ടപ്പെടാത്തവർ കാണില്ല. മനുഷ്യക്കുട്ടി എന്നല്ല, പശുക്കുട്ടി, പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി എന്ന് മാത്രമല്ല, ഹിംസ്ര മൃഗങ്ങളായ കടുവ, സിംഹം തുടങ്ങിയ മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങളെ കാണാൻ എത്ര കൗതുകകരമാണ്. എന്നാൽ ഈ കണ്ട കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാലോ? ഇവരെയൊക്കെ എടുത്ത് ഓമനിച്ച നമ്മൾക്ക് അതിന് കഴിയുമോ? വളർന്ന മൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലവും നമ്മൾ പാലിക്കുന്നു. എന്താണ് ഇതിന് കാരണം? മനുഷ്യരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെ. ജനിച്ചു വീഴുന്ന ഓരോ ജീവിയും ഈശ്വരന്റെ തനി സ്വരൂപത്തിലും ഭാവത്തിലുമാണ് എന്ന് ബൈബിൾ പറയുന്നു. അവൻ ആത്മസ്വരൂപനാണ് എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ശൈശവത്തിൽ അവന് എല്ലാവരോടും ഒരേ ഭാവം, വലിപ്പ ചെറുപ്പമില്ല. പണക്കാരനും ദരിദ്രനും, പണ്ഡിതനും പാമരനും, ഭീകരനും സാത്വികനും ആ കുഞ്ഞിന്റെ മുന്നിൽ ഒന്നുപോലെയാണ്. നിഷ്കളങ്ക സ്നേഹവും വാത്സല്യവുമാണ് പങ്കുവെക്കാനുള്ളത്. എന്നാൽ വളർന്നു വരുംതോറും ഈ സംസാരത്തിലെ മലങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒന്നൊന്നായി അവനെ മാറ്റിമറിക്കുന്നു. എത്ര തരം വ്യക്തിത്വങ്ങളായി മാറാം എന്നതിന് കണക്കില്ല. അത്രയും തരങ്ങളായി ഓരോ കുഞ്ഞും പരിണാമം പ്രാപിക്കുന്നു. വാത്സല്യം തോന്നിയിരുന്ന കുട്ടിമൃഗങ്ങൾ ഹിംസ്ര ജന്തുക്കളായി പരിണമിക്കുന്നു. എന്നാൽ തൻ്റെ തനി സ്വരൂപം തിരിച്ചറിയാൻ ശേഷി ലഭിച്ചിട്ടുള്ള മനുഷ്യൻ മതങ്ങളും ആരാധനാലയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെടുത്തിയത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദേവഭാവത്തെ തിരികെ പിടിക്കാനല്ലേ? ഇവിടെ അനവധി മഹാപുരുഷന്മാർ തപസ് ചെയ്തതും ത്യാഗം സഹിച്ചതും മനുഷ്യരാശിയെ നശിപ്പിക്കാനോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനോ അല്ല, തനിക്ക് നഷ്ടമായ ആ ഈശ്വരീയ ഭാവത്തെ തിരികെ പിടിക്കാനും സാക്ഷാത്കരിക്കാനുമാണ്. ഡാവിഞ്ചി യേശുക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴം വരയ്ക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രൂപം വരയ്ക്കാൻ ഉത്തമനായ ഒരു കുട്ടിയെ കണ്ടെത്തി. നിഷ്കളങ്കനും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖത്തോടു കൂടിയവനുമായ അവന്റെ മുഖമാണ് അദ്ദേഹം പകർത്തിയത്. എന്നാൽ വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ആ ചിത്രത്തിന്റെ ഒടുവിൽ യൂദാസിനെ വരയ്ക്കാൻ ഏറ്റവും നികൃഷ്ട നീച ഭാവം ഉൾക്കൊള്ളുന്ന ഒരു മോഡലിനെ അന്വേഷിച്ച് കണ്ടെത്തി വര പൂർത്തിയാകുമ്പോൾ ഡാവിഞ്ചി തിരിച്ചറിഞ്ഞു, താൻ ചൈതന്യം തുളുമ്പുന്ന യേശുവിന്റെ മുഖം വരയ്ക്കാൻ കണ്ടെത്തിയ അതേ മോഡൽ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം യൂദാസായും തന്റെ മുന്നിൽ ഇരുന്നു തന്നത് എന്ന്. ചിന്തിക്കുക, ആരാണ് ഉത്തരവാദി? നമ്മളുടെ മക്കൾ. ഓമനത്വമുള്ള ആ നിഷ്കളങ്ക ഭാവം മാറി അവൻ ഇന്ന് സമൂഹത്തിനും സഹജീവികൾക്കും ഭീതിയാണ് സമ്മാനിക്കുന്നതെങ്കിൽ ആരാണ് ഉത്തരവാദി? അവനാണോ? അതോ നമ്മളാണോ? അതോ സമൂഹമോ? ചിന്തിക്കുക. നമസ്തേ.